ഓ ബേബി. പ്രമോദ് പപ്പനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പണ്ടത്തെ എന്താ പറയുക ജന്മി കൂടിയാൻ സംഭവം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹൈ റേഞ്ചിൻ്റെ ബാക്ക്ഡ്രോപ്പിലൂടെയാണ് കഥ പറയുന്നത്. കറുത്തവൻ വെളുത്തവൻ, പണ്ടത്തെ ജന്മിമാരുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾക്കൊന്നും വലിയ വോയിസ് ഇല്ല. അവരെപ്പോഴും ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ടീംസാണ്. അതേപോലെ പാവപ്പെട്ടവനാണെങ്കിലോ ഏതറ്റയും വരെ സഹിക്കും. പക്ഷെ പോരാടേണ്ട വന്നു കഴിഞ്ഞാൽ അവൻ ജീവൻ കൊടുത്തും പോരാടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചർച്ച ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കൺവേ ചെയ്ത് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ സിനിമ തന്നെയാണ് കേട്ടോ. കാരണം ഇതിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഹൈ റേഞ്ചിൻ്റെ സെറ്റപ്പിൽ എടുത്തു എന്നുള്ളതാണ്. കാരണം വേറെ ഏതെങ്കിലും സെറ്റപ്പിലായിരുന്നെങ്കിൽ അത്ര ഇങ്ങോട്ട് സുഖമാവില്ലായിരുന്നു സിനിമ. ഈ സിനിമ കുറച്ച് സ്ലോയാണ്, പക്ഷെ അതിൻ്റെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല ആ ഹൈ റേഞ്ചിൻ്റെ ഭംഗി കാരണം. അങ്ങനെ മഴ, കോട, കാട്, എന്താ പറയുക, പിന്നെ ഏലത്തോട്ടം, പിന്നെ ഇവരിങ്ങനെ പണിക്കാർ രാവിലെ ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവരിങ്ങനെ ക്യൂ നിൽക്കണ്, അവരെഴുതുന്ന കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വേട്ടയാടാൻ പോകുന്നത് രാത്രി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ തന്നെ. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കിടിലനായിരുന്നു. കാരണം ഒരുപാട് നല്ല കിടിലൻ ഷോട്ട്സ് ഉണ്ട് കാട്ടിൻ്റെയൊക്കെ ഈ ഹൈ റേഞ്ചിൻ്റെ ഭംഗി കാണിക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ അഭിനയിച്ചത് നോക്കുവാണെങ്കിൽ ദിലീഷ് ഏട്ടനാണെങ്കിലും, പിന്നെ നമ്മുടെ RDXലെ വില്ലനായിട്ടുള്ള വിഷ്ണു അഗസ്തി ആണെങ്കിലും, ബാക്കി പിള്ളേർ സെറ്റ് ടീമാണെങ്കിലും എല്ലാവരും തന്നെ നല്ല അടിപൊളി അഭിനയമായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ ഫൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട റോ നാച്ചുറൽ ടൈപ്പ് ഫൈറ്റുകളായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ ക്ലൈമാക്സ് ആണെങ്കിൽ തന്നെ നല്ല അടിപൊളി ക്ലൈമാക്സ് തന്നെ. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു ഒരുപാട് ഇങ്ങനെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ്. ഒരു തിരിച്ചടി പോലത്തെ സംഭവമൊക്കെ ആയിട്ട്. എന്തായാലും കിടിലൻ സിനിമ തന്നെയാണ്. എല്ലാവരും കാണുക. താങ്ക് യു.